ഹായ് ഗെയ്സ്, നമുക്കിന്ന് മത്തി മീൻ കിട്ടിയിട്ടുണ്ട്. അതിനെ വൃത്തിയാക്കി രണ്ടായിട്ട് അരിഞ്ഞ് ഞാൻ വച്ചിരിക്കുകയാണ്. 2 സവാള ക്രഷ് ചെയ്തെടുത്തത്, തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്, നല്ല ജീരകം പൂണ്ട് അതൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, 2-3 അല്ലി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കടുക്, ഉപ്പ്, എണ്ണ, പിന്നെ പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ആദ്യം നമുക്ക് കടുക് വറുക്കണം. അപ്പോൾ നമുക്ക് പീര വറ്റിച്ച് വയ്ക്കാം. ആദ്യം കടുക് വറുക്കണം. അതിന് വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില നമുക്കാദ്യം കടുക് പൊട്ടിച്ചെടുക്കണം. ഇതിലോട്ട് 2 സവാള കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. നന്നായിട്ട് ഇനി കുറച്ച് ഉപ്പ്, ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മീൻ ഫ്രഷാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തു. അപ്പം മീനിന് പാകത്തിന് കുറച്ച് ഉപ്പൂടെ ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം ഇതിലോട്ട്. ഇനി നമുക്കിനി ഒന്ന് കുഴച്ച് വെച്ച് കൊടുക്കാം. അടച്ചിട്ട് വേവിക്കണം. ഇനി നമുക്ക് പാനൊന്ന് അടച്ച് വയ്ക്കാം. കൂട്ട് നമുക്ക് തയ്യാറാക്കാം. തേങ്ങ ആദ്യം പച്ചമുളക് 4 എണ്ണം ഇട്ടിട്ടുണ്ട്. തേങ്ങ, കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ജീരകവും വെളുത്തുള്ളിയും ചേർത്തു. ഓരോ ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഈ അരപ്പിന് വേണ്ടി കുറച്ചുപ്പ്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഇളക്കിയിട്ട് കൊടുക്കണം. മീൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് ഇതിന് അരപ്പെന്ന് പറയും. കൂട്ടാണ്, അതിനെയാണ് ഞങ്ങൾ അരപ്പെന്ന് പറയാറ്. നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കറിവേപ്പിലയും കൊണ്ട് ഇതിൽ ചേർക്കും. ചുവന്ന മുളക് ഇതിനെ ചേർക്കാറില്ല. നമുക്കിനി ഇതിനെ അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം വേകാറ വറ്റിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് എണ്ണ കൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കണം. ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയുമായി കാണാം.